കുറച്ചു കാലമായി ആർ എസ് എസിൻ്റെ സർസംഘ ചാലക് മോഹൻ ഭാഗവതിന് മോദിയെ കണ്ടുകൂടാതായിട്ട്. ആർ എസ് എസ് മോദിക്കെതിരെ കഴിഞ്ഞ തവണ നന്നായി കളിച്ചു. അതുകൊണ്ടാണ് പലയിടത്തും ബി ജെ പി വലിയൊരു തിരിച്ചടി നേരിട്ടത്. എന്തായാലും ഇപ്പോൾ ആർ എസ് എസിൻ്റെ സർസംഘ ചാലകായ മോഹൻ ഭാഗവത് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു: 75 വയസ്സായാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം. ആരെ ഉദ്ദേശിച്ചാണ് എന്ന് ചോദിച്ചാൽ അത് കൃത്യം മോദിയെ ഉദ്ദേശിച്ച് തന്നെയാണ്. മോദിയെ ആർ എസ് എസ് കൈവിട്ടോ എന്ന ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമായി വരുന്നു. മോദി പോയാൽ ആര് എന്ന ചർച്ചയും ഉയർന്നു വരുന്നുണ്ട്. അമിത്ഷയുണ്ട് മോദിയുടെ വലം കൈ. 60 വയസ്സേ ആയിട്ടുള്ളൂ അമിത്ഷയ്ക്ക്. 53കാരനായ യോഗിയുണ്ട്. ആർ എസ് എസിൻ്റെ പ്രിയപുത്രനാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നിതിൻ ഗഡ്കരിയുണ്ട്, മികച്ച മന്ത്രിയായ നിതിൻ ഗഡ്കരി. അദ്ദേഹത്തിന് 68 വയസ്സേ ഉള്ളൂ. ഈ 3 പേരുകൾ ചർച്ചയിൽ വരുമ്പോൾ ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് സ്വാമി കൂടിയായ ആർ എസ് എസിൻ്റെ എല്ലാമായ യോഗിയെ തന്നെയാണ്. മോദിക്ക് ശേഷം യോഗി എന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ മുദ്രാവാക്യം. തീവ്ര ഹിന്ദുത്വത്തിൻ്റെ വക്താവായ യോഗിയുടെ ഭരണത്തിന് കീഴിൽ യു പിയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ പുറം ലോകം അറിയുന്നത് അപൂർവം. അവർക്ക് ഒരു രക്ഷകനായിട്ടുള്ളത് നമ്മുടെ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി മാത്രമാണ്. അവർ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. യു പിയിൽ മുസ്ലിങ്ങൾ പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾ ആക്രമണത്തിന് ഇരയാകാറുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് യോഗി എടുക്കുന്നത്. അങ്ങനെയുള്ള യോഗി മോദിക്ക് പകരം വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിന് സന്തോഷം. ബി ജെ പി എന്നത് ആർ എസ് എസിൻ്റെ ഒരു പ്രസ്ഥാനം മാത്രമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടി. ആർ എസ് എസ് പറയുന്നതിലപ്പുറം ബി ജെ പിക്ക് ചലിക്കാനാവില്ല. ആർ എസ് എസിനപ്പുറം ബി ജെ പി വളർന്നു എന്ന നദ്ദയുടെ പ്രസ്താവന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായി. ആർ എസ് എസ് പറയുന്ന കണക്കല്ല ബി ജെ പി പോകേണ്ടതെന്നും ബി ജെ പി വലിയൊരു ശക്തിയായി മാറിയെന്നും നദ്ദ പറഞ്ഞത് വലിയ വാദമായി മാറുകയും ആർ എസ് എസുകാർ പണി കൊടുക്കുകയും ചെയ്തു. ആ പണിയാണ് കഴിഞ്ഞ തവണ പല ഇടങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ വലിയ മുന്നേറ്റത്തിന് കാരണമായി മാറിയത്. മോദിയെ തെറിപ്പിക്കാൻ ആർ എസ് എസ് കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് സർസംഘ ചാലക് മോഹൻ ഭഗവത് പറഞ്ഞിരിക്കുന്നത്. ഒരു പുസ്തക പ്രകാശന ചടങ്ങിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മോഹൻ ഭാഗവതിൻ്റെ വാക്കുകൾ ഇപ്പോഴും ചർച്ചയാകുന്നുണ്ട്. മോദിക്ക് പകരം യോഗി വരുമോ എന്നുള്ള ഒരു ചർച്ചയാണ് സജീവം. മോദി തെറിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അമിത്ഷാ അതിലേക്ക് കണ്ണുവയ്ക്കും. പക്ഷേ അമിത്ഷയെ ഒരിക്കലും ആർ എസ് എസുകാർ അംഗീകരിക്കില്ല. കാരണം രാഷ്ട്രീയ ചാണക്യനൊക്കെയാണ് അമിത്ഷയെങ്കിലും അദ്ദേഹത്തിൻ്റെ ചാണക്യ തന്ത്രങ്ങൾ ഇപ്പോൾ ഫലിക്കുന്നില്ല. നിതിൻ ഗഡ്കരി ഒരു മിതവാദിയാണ്. ആ മിതവാദിയെ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരില്ല. മറിച്ച് തീവ്രമായ ഹിന്ദുത്വ നിലപാടുകൾ വെച്ച് പുലർത്തുന്ന 53കാരനായ യോഗി എന്തുകൊണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനാണ് എന്നതാണ് ആർ എസ് എസിൻ്റെ പക്ഷം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷേ അത് മോദി എന്ന വലിയൊരു വിഗ്രഹത്തിൽ തട്ടി തെറിക്കുകയായിരുന്നു. മോദി എന്തായാലും ഒഴിയാൻ പോകുന്നില്ല എന്നുള്ളത് സത്യമാണ്. മോദിയെ തെറിപ്പിക്കാൻ ആർ എസ് എസിന് കഴിയത്തുമില്ല. കാരണം 85 വയസ്സായാലും മോദി അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പോൾ 75 വയസ്സ് പൂർത്തിയാവുകയാണ് മോദിക്ക്. ഈ സാഹചര്യത്തിലാണ് സർസംഘ ചാലക് ഇത് പറഞ്ഞിരിക്കുന്നത്. 75 വയസ്സ് പൂർത്തിയായാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന വിവാദ പരാമർശം. ആ പരാമർശം ഇപ്പോൾ ഇന്ത്യയിലാകെ ഒരു വലിയൊരു ചർച്ചയായി മാറിയിരിക്കുന്നു. ആർ എസ് എസ് വളർത്തിയെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ, ആർ എസ് എസിൻ്റെ ഒരു കൈവഴിയായ പ്രസ്ഥാനം എന്ന നിലയിൽ, ആർ എസ് എസ് നിയന്ത്രിക്കുന്ന പ്രസ്ഥാനം എന്ന നിലയിൽ ആർ എസ് എസിൻ്റെ സർസംഘ ചാലക് മോഹൻ ഭാഗവതിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അതാണ് ഇന്ത്യ ഒട്ടാകെ ഇത് ചർച്ചയായി മാറാനുള്ള കാരണം. മോദി സ്വയം പറയുന്നത് താനൊരു അവതാരമാണെന്നാണ്. ഒരു കാലത്ത് ആർ എസ് എസുകാർ മോദിയെ വാഴ്ത്തിയത് ഹിന്ദുത്വത്തിൻ്റെ നരസിംഹ അവതാരം എന്നാണ്. ഹിന്ദുത്വത്തിൻ്റെ നരസിംഹ അവതാരം, അങ്ങനെയൊക്കെയാണ് മോദിയെ വാഴ്ത്തിക്കൊണ്ട് നടന്നത്. എന്തായാലും ഇപ്പോൾ മോദിയോട് മോദിയോടുള്ള ആർ എസ് എസിൻ്റെ പ്രിയം മങ്ങി തുടങ്ങിയിരിക്കുന്നു. പകരം യോഗിയോട് പ്രിയം തോന്നി തുടങ്ങിയിരിക്കുന്നു. അമിത്ഷയൊക്കെ ഒരു സൈഡിൽ കിടക്കും. നിതിൻ ഗഡ്കരി ആർ എസ് എസിൻ്റെ വളർത്തുപുത്രനാണെങ്കിലും മിതവാദിയായ അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ നടക്കില്ല എന്നുള്ളത് ആർ എസ് എസിന് അറിയാം. അതുകൊണ്ടാണ് യോഗിയെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് മോഹൻ ഭാഗവത് ഒരു പടി
മുമ്പിൽ എറിഞ്ഞത്, ഒരു മുഴം മുമ്പിൽ എറിഞ്ഞത്, ഒരു പടി മുമ്പേ അങ്ങ് ചവിട്ടിയത്. മോദിക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് RSS. 75 വയസ്സായി, ഇനി പ്രധാനമന്ത്രി സ്ഥാനം അങ്ങ് ഒഴിഞ്ഞൂടെ എന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഒരു സൂചന. അതൊരു ശക്തമായ സൂചന തന്നെയാണ്. പക്ഷേ മോദി അധികാര ആസക്തനാണ്. അധികാരം അദ്ദേഹത്തെ ഭ്രമിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം ഒരിക്കലും ഒഴിയില്ല. അദ്ദേഹം ഉള്ളിടത്തോളം കാലം, അദ്ദേഹത്തിന് ആരോഗ്യമുള്ളിടത്തോളം കാലം അദ്ദേഹം ഒഴിയില്ല. അതിനനുസരിച്ച് അദ്ദേഹം മന്ത്രിമാരെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അമിത്ഷയും അമിത്ഷയൊക്കെ മോദി പറയുന്നതിൻ്റെ അപ്പുറം ചലിക്കില്ല, നദ്ദയും ചലിക്കില്ല. നിതിൻ ഗഡ്കരിക്ക് മോദിയോട് അമർഷമുണ്ടെങ്കിലും അത് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുന്നത് അപൂർവം ചില അവസരങ്ങളിൽ മാത്രം. എന്തായാലും BJPയുടെ സർവാധിപനായി മാറിയ മോദിക്കെതിരെ RSSന്റെ സർവാധിപൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. വളരെ വിദഗ്ധമായി മോഹൻ ഭാഗവത് മോദിയോടുള്ള RSSന്റെ അമർഷം സൂചിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ മോദി സ്വീകരിച്ച നിലപാടുകളൊക്കെ ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. പലതരത്തിലുള്ള വാദഗതികൾ അതേക്കുറിച്ച് നടന്നു വരുന്നു. എന്തായാലും മോദിക്ക് ഒരു മുന്നറിയിപ്പ് അത് നൽകാൻ RSSന് കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്ത്യയാകെ ചർച്ചയാക്കാൻ RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവതിനും കഴിഞ്ഞിരിക്കുന്നു. മോദിക്ക് പകരം യോഗി വന്നാൽ BJP കടുത്ത തീവ്ര ഹിന്ദുത്വത്തിലേക്ക് പോകും എന്നത് ഉറപ്പാണ്. UPയിൽ അതാണ് കാണുന്നത്. തീവ്ര ഹിന്ദുത്വത്തിൻ്റെ വക്താവാണ് യോഗി ആദിത്യനാഥ്. UP അദ്ദേഹം ഭരിക്കുന്നത് ഒരു ഏകാധിപതിയെ പോലെയാണ്. ഇലക്ഷന് സ്വതന്ത്രമായി വോട്ട് ചെയ്യാൻ ദളിതർക്കും മുസ്ലിങ്ങൾക്കും കഴിയാത്ത അവസ്ഥ. ദളിത് പീഡനങ്ങളും മുസ്ലിം പീഡനങ്ങളും നിരന്തരം നടക്കുന്നു. ക്രൈസ്തവ മതവിഭാഗത്തിനെതിരെയും അവിടെ ശക്തമായ പ്രതിഷേധം, പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് UPയിൽ സംഭവിക്കുന്നത്. പക്ഷേ UPയിൽ സംഭവിക്കുന്നതെന്നും പുറം ലോകം അറിയുന്നില്ല. മാധ്യമ സെൻസർഷിപ്പ് അവിടെ ശക്തമാണ്. യോഗിയുടെ ചാരക്കണ്ണുകൾ UPയിൽ ഉടനീളമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ യോഗിക്കെതിരെ ഒരു പ്രതിഷേധം ഉണ്ടായെന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നിട്ടും യോഗി അവിടെ കരുത്തു കാട്ടി തന്നെ നിൽക്കുന്നു. UPയെ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ കാവിക്കൊടി അണിയിച്ച, UPയിൽ ശ്രീരാമക്ഷേത്രം പണിഞ്ഞ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം പണിഞ്ഞ അതിനുള്ള കരുത്ത് കാണിച്ച യോഗിയെ പ്രധാനമന്ത്രിയാക്കാൻ RSS ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് മോഹൻ ഭാഗവതിൻ്റെ വാക്കുകൾ. 75 വയസ്സ് കഴിഞ്ഞാൽ ഒരാൾ പൊതുജീവിതം അല്ലെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം. അതാണ് മോഹൻ ഭാഗവത് മോദിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. നല്ല നിർദ്ദേശമാണ് മോഹൻ ഭാഗവത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും RSSന്റെ പുത്രനായ RSSന്റെ പുത്രനെന്ന് തന്നെ പറയാം BJP എന്ന പാർട്ടി. RSSന്റെ ഒരു വളർത്തുപുത്രൻ മാത്രമാണ്. അവർ പറയുന്നതനുസരിച്ച് BJP സഞ്ചരിക്കും. അവർ പറയുന്നതിനെ എതിർത്തുകൊണ്ട് സഞ്ചരിക്കാൻ BJPക്ക് കഴിയില്ല. ഒരു BJP നേതാവിനും കഴിയില്ല. എന്തായാലും മോഹൻ ഭാഗവതിൻ്റെ വാക്കുകൾ ചർച്ചയാവുകയാണ്.